ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്തായാലും നമുക്കിന്ന് ശക്തൻ്റെ നാടായ തൃശ്ശൂരിലേക്ക് പോകാം. തൃശ്ശൂരായിരുന്നു എല്ലാവരുടെയും നോട്ടം. 40-45 ദിവസമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു പ്രദേശമായി മാറും എന്ന് പ്രതീക്ഷിച്ച മണ്ഡലം തന്നെയായിരുന്നു നമ്മുടെ തൃശ്ശൂർ മണ്ഡലം എന്ന് പറയുന്നത്. ലോക്സഭ തെരഞ്ഞെടുപ്പിൽ ജനപിന്തുണയോടുകൂടി, വെറും പിന്തുണയല്ല കേട്ടോ, 70,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടു കൂടി നമ്മുടെയൊക്കെ സൂപ്പർ സ്റ്റാറായ സുരേഷ് ഗോപി അവിടെ വിജയം കൈവരിച്ചു എന്നുള്ളൊരു സന്തോഷ വാർത്ത തന്നെയാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. എന്നാൽ ഇത് പലരുടെയും ഉറക്കം കെടുത്തി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പലരുടെയും രാഷ്ട്രീയ ഭാവിക്ക് പോലും അതൊരു വലിയൊരു ആഘാതമുണ്ടാക്കി എന്ന് തന്നെയാണ് നമ്മൾ ആദ്യ ദിവസം തന്നെ കാണാൻ കഴിയുന്നത്. എന്തായാലും സുരേഷ് ഗോപി ശക്തനായി തന്നെയാണ് അവിടെ വിജയിച്ചത്. ആദ്യമായിട്ട് ഒരു താമര വിരിയുന്നു കേരളത്തിൽ, അത് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നാണ്. എന്തായാലും നമുക്കിന്ന് ചിന്തിച്ചു നോക്കി, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഒരുപാട് നിന്നയേറ്റൊരു വ്യക്തിയാട്ടോ. നമുക്ക് കാണാൻ കഴിയും. ഞാൻ തൊട്ടടുത്ത് നിന്ന് കണ്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനോടൊപ്പം ഫോട്ടോ ഒക്കെ എടുത്തൊരു വ്യക്തിയാണ്. നല്ലൊരു മനുഷ്യനാട്ടോ. എന്നാൽ താൻ മനസ്സിൽ കണ്ട തീരുമാനം, അത് ഏത് പ്രഗത്ഭനായാലും അവരോട് തുറന്നു പറയുന്ന ഒരു സ്ഥിതി, ഒരു മനസ്സുള്ളൊരു മനുഷ്യനാണ്, അല്ലെങ്കിൽ ഒരു നിലപാടുള്ളൊരു മനുഷ്യനായിരുന്നു സുരേഷ് ഗോപി. എന്നാൽ ചില സമയങ്ങളിൽ സുരേഷ് ഗോപി ചിലപ്പോൾ അല്പം ഓവറായി പോയോ എന്ന് നമ്മളെല്ലാം ചിന്തിക്കും. പുള്ളിയുടെ ആരാധകരായിട്ടുള്ള ആളുകൾ പോലും ചിന്തിക്കുന്ന ചില പ്രവൃത്തികളൊക്കെ സുരേഷ് ഗോപി തൻ്റെ ഈ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് ഇറങ്ങിയപ്പോൾ തൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. തൻ്റെ വാക്കുകൾ കൊണ്ടായാലും തൻ്റെ പ്രവൃത്തികൾ കൊണ്ടായാലും. അങ്ങനെ പ്രവൃത്തികൾ കൊണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ വേറെ തെറ്റിദ്ധരിക്കരുത്, ചില വിവാദമാകുന്ന ചില പ്രശ്നങ്ങളുണ്ടായല്ലോ, അതല്ല. തൻ്റെ ശരീരഭാഷയും കൊണ്ട് ആളുകളെ അല്ലെങ്കിൽ മീഡിയാസിനെയൊക്കെ വെറുപ്പിക്കുന്ന ചില വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അതുപോലെ തൻ്റെ പ്രസംഗത്തിൽ പോലും ചില വിവാദപരമാകുന്ന സബ്ജക്റ്റുകൾ താൻ എടുത്തിട്ടു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു, അല്ലേ? എന്ന് ചിന്തിച്ചു നോക്കി. ചില വർഗീയമായിട്ട്, അല്ലെങ്കിൽ വർഗീയത പറയാൻ പാടില്ല, എന്നാൽ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അത് ഒത്തിരിയൊന്നും നടക്കാത്ത സംഭവം, എന്നാൽ തൻ്റെ നിലനിൽപ്പിന് വേണ്ടിയോ അല്ലെങ്കിൽ താൻ പ്രതിദാനം ചെയ്യുന്ന ആ പ്രസ്ഥാനത്തിന് വേണ്ടിയോ ചില വാക്കുകളൊക്കെ, ചില പ്രസംഗങ്ങളൊക്കെ താൻ കേരളത്തിൽ നടത്തിയപ്പോൾ അത് വലിയ വിവാദങ്ങളുണ്ടാക്കുകയും വലിയ പ്രശ്നങ്ങളൊക്കെ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ പോലും അത് വാദിക്കുന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയ ജീവിതത്തെ പോലും പ്രതിസന്ധിയിലാക്കുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി നമ്മൾ കണ്ടു. മാത്രമല്ല, അതിൻ്റെ പേര് സോഷ്യൽ മീഡിയയിൽ കൂടി ഒരുപാട് ട്രോളി, ഒരുപാട് ആളുകൾ കളിയാക്കി, ഒരുപാട് ആളുകൾ ചീത്ത വിളിച്ച്, ഒരുപാട് ആളുകൾ കൂവി വിളിച്ചു. അങ്ങനെ ഒരു കാരണവശാലും താൻ ഈ 2024 ഇലക്ഷനിൽ നിൽക്കുമ്പോൾ വിജയിക്കത്തില്ല, ഇവിടെ കേരളത്തിൽ ഒരു താമര വിരിയത്തില്ല എന്ന് പറയുമ്പോഴും ഒരു പറ്റം ആളുകളുടെ മനസ്സിൽ ഇപ്പോൾ എന്തായാലും രാഷ്ട്രീയം പറയല്ല, രാഷ്ട്രീയത്തിനപ്പുറമായി എന്തായാലും അദ്ദേഹം തോൽവികൾ ഒരുപാട് കണ്ട മനുഷ്യനാണ്. തൻ്റെ ജീവിതത്തിൽ ഒരുപാട് നിന്ദകൾ സഹിച്ചൊരു മനുഷ്യനാണ്. താൻ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ഈ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു കാരണവശാലും ഈ പ്രസ്ഥാനം വളരരുത് എന്ന് കണ്ട് ഒരുപാട് പേര് തന്നെ പാരവെച്ചത് ഒക്കെ നമുക്കറിയാം. അതിനോടൊപ്പം തന്നെ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി ഈ തൃശ്ശൂർ മണ്ഡലത്തിൽ ആ ശക്തനായി തന്നെ താൻ വലിയൊരു മാർജിനോട് കൂടി താൻ വിജയിച്ചത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇന്നത്തെ ആ ഭാഗം നിന്നോർത്തേക്ക് സുരേഷ് ഗോപി വിജയിച്ച് ഇന്ന് തൻ്റെ മണ്ഡലത്തിലെത്തിയപ്പോൾ തന്നെ വിജയിപ്പിച്ച ആളുകളെ കാണാൻ എത്തിയപ്പോൾ വിജയിപ്പിച്ച ആളുകൾ ആരെന്ന് പോലും അറിയത്തില്ല, എങ്കിൽ പോലും അല്ലാത്തവരെ പോലും രാഷ്ട്രീയ ഭേദമന്യേ ആളുകൾ അദ്ദേഹത്തെ കാണാനും അദ്ദേഹം മറ്റുള്ളവരെ കാണാനും അദ്ദേഹം മനസ്സ് കാണിച്ചു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അപ്പോൾ ഒരുപാട് വിവാദ വിഷയങ്ങളൊക്കെ ഉണ്ടായെന്ന് നമുക്കറിയാം, മീഡിയ വഴി ഇതൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. എങ്കിൽ പോലും തൻ്റെ നിലപാടുകളിൽ താൻ ശക്തനായിരുന്നു. തൻ്റെ മനസ്സിന് നല്ല കട്ടിയുള്ള മനുഷ്യനാണോ. കാരണം ഒത്തിരി പരാജയങ്ങൾ ഏറ്റുവാങ്ങിയൊരു മനുഷ്യൻ. വേറെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം അത്രത്തോളം ഉളുപ്പില്ലാതെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തൃശ്ശൂർ മണ്ഡലത്തിലൊക്കെ തനിക്ക് ഒരു ചാൻസും ഇല്ലാത്ത തൃശ്ശൂർ ഞാൻ അങ്ങ് എടുക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കളിയാക്കിയ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെയൊന്നും പുള്ളി മൈൻഡ് ചെയ്യാതെ അദ്ദേഹം ആ വിജയം തനിക്ക്, ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ. കാരണം ആരൊക്കെ നമ്മളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചാലും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ലക്ഷ്യം അല്പം നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറമായിരിക്കും. നമ്മുടെ സാഹചര്യം അനുസരിച്ചും നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചും
നമ്മുടെ ജീവിത രീതി അനുസരിച്ച് നമുക്ക് നേടിയെടുക്കുവാൻ കഴിയാത്തതായിരിക്കാം. എന്നാൽ പോലും നമ്മൾ അതിലേക്ക് പിന്നെ നമ്മൾ കണ്ണ് അല്ലെങ്കിൽ നോക്കി എത്തിപ്പിടിക്കുവാൻ ശ്രമിക്കുമ്പോൾ പലരും പറയും അവന് വട്ടാന്നല്ലേ പറയും. അവന് വട്ട, അവന് പ്രാന്ത, അവനല്ലെങ്കിൽ അവന് നല്ലൊരു ഒരു ബുദ്ധി സ്ഥിരത ഇല്ലാത്തവനാണെന്ന് പോലും പറയും. അങ്ങനെയൊക്കെ കേട്ട ഒരു വ്യക്തി ആ സ്ഥാനത്ത് തന്നെ താൻ ലക്ഷ്യം വെച്ച അതേ പൊസിഷനിൽ തന്നെ തനിക്ക് വിജയം കൈവരിക്കുവാൻ കഴിഞ്ഞു, എബ്രഹാം ലിങ്കനെ പോലെയൊക്കെ വിജയം കൈവരിക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനെ നമ്മൾ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയത്തില്ല. രാഷ്ട്രീയമല്ല ഇവിടെ നമുക്ക് വിഷയം. ഒരു മനുഷ്യൻ്റെ ആ വ്യക്തിത്വം താൻ ഒരുപാട് ത്യാഗം സഹിച്ചാണ് അത് വിജയിച്ചെടുത്തത് എന്ന് നമുക്ക് ഇന്നത്തെ വാർത്തകളിലൂടെയും അല്ലെങ്കിൽ ഇന്നത്തെ നമ്മൾക്ക് കാണാൻ കഴിയും. ഇന്നത്തെ സാഹചര്യത്തിൽ കാണാം. എന്തായാലും നമ്മുടെ സുരേഷ് ഗോപി നമ്മൾ ലാലേട്ടനോടും മമ്മൂക്കായോടൊക്കെ ഒപ്പം മിന്നുന്ന പ്രകടനം സ്ക്രീനിൽ കാഴ്ചവെക്കുന്ന ആ വ്യക്തി ഇന്ന് പൊതുരംഗത്ത് മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാതിരിക്കാൻ കഴിയത്തില്ല. ഇവിടെ രാഷ്ട്രീയമല്ല നമുക്ക് പ്രധാനം. അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ കട്ടി, അദ്ദേഹം എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ അടിയുറച്ച് നിന്നതാണ് തനിക്ക് വിജയിക്കുവാൻ കഴിഞ്ഞത് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. നമ്മൾ ഓരോരുത്തരും അങ്ങനെ ആയിരിക്കണം. നമ്മളെയൊക്കെ എത്തിപ്പിടിക്കാൻ കഴിയാത്ത സ്ഥാനമാണെന്ന് പലരും നമ്മളോട് പറയുമ്പോഴും ആ സ്ഥാനത്തിന് വേണ്ടി നമ്മൾ ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ എന്നാ കളിയാക്കി ഒരു നമ്മളോട് ആളുകൾ നമ്മളെ അപമാനിച്ചാലും നമ്മുടെ മനസ്സിൽ അത് നല്ലപോലെ നമുക്ക് നേടിയെടുക്കണമെന്നൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് നേടുക തന്നെ ചെയ്യുമെന്നൊരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ സുരേഷ് ഗോപി എന്ന് പറയുന്നത്. അതിപ്പോൾ തെളിയിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം നമ്മുടെ മനസ്സിൽ നമ്മുടെ ചെറുപ്പക്കാരുടെയും അല്ലെങ്കിൽ കുടുംബസ്ഥരുടെയും ഒക്കെ ജീവിതത്തിൽ പല ലക്ഷ്യങ്ങളുമായിട്ട് നമ്മുടെ ജീവിതം മുൻപോട്ട് പോകുന്നത്. അപ്പം അത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അത് പരീക്ഷിച്ച് കഴിയുമ്പോഴത്തേക്ക് നടക്കുകയില്ല എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സുമടുക്കും. എന്നാൽ ഈ സാഹചര്യത്തിൽ അങ്ങനെ ഇരിക്കുന്ന വ്യക്തികൾക്ക് സുരേഷ് ഗോപി ഒരു മാതൃകയാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ. അപ്പം ജനങ്ങൾ എന്തായാലും അദ്ദേഹത്തെ സ്വീകരിച്ചു. ഈ അംഗീകാരം അദ്ദേഹം ഇനി എങ്ങനെ വിനിയോഗിക്കുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. കാരണം ശരിയല്ലേ, താൻ MB യോടെ കയറി കഴിയുമ്പോൾ ഈ തൃശ്ശൂരിൻ്റെ മണ്ണിൽ തന്നെ കൊണ്ട് കഴിയുന്നത് ഏറ്റവും വലിയൊരു കാര്യമായിരിക്കണം. താൻ ആ തൃശ്ശൂരിൽ ചെയ്യേണ്ടത് ഇതുവരെയും കാലങ്ങളായിട്ട് മാറി വരുന്ന ആ ജനപ്രതിനിധികൾ ചെയ്തതിലും ഉപരിയായിട്ട് തനിക്കവിടെ ചെയ്യണം. അത് വലിയൊരു റിസ്ക്കാണ്. ആ റിസ്ക് മറികടക്കണമെങ്കിൽ താൻ പ്രതിദാനം ചെയ്യുന്ന ആ പ്രസ്ഥാനം മേൽത്തട്ടിൽ അവിടെ സ്വാധീനമുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവിടെ ഭരണമുണ്ടായിരിക്കണം. ആ ഭരണമുണ്ടെങ്കിൽ മാത്രമേ തനിക്ക് തൃശ്ശൂർ തൻ്റെ ജനം വിശ്വസിച്ച് തന്നെ വിജയിപ്പിച്ച ജനങ്ങളുടെ മുൻപിൽ എന്തെങ്കിലും ചെയ്യുവാൻ കഴിയത്തുള്ളൂ. അപ്പോൾ പല വിധത്തിലുള്ള ട്രോളുകൾ എൻ്റെ അകത്ത് വരുന്നുണ്ടല്ലേ, ചാണകമൊന്നും അങ്ങനെയൊക്കെ കേരളം ചാണകത്തിൽ വീണു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തിന് നമ്മളങ്ങനെ പറയുന്നു? പരീക്ഷണമാണ്. ജനപ്രതിനിധികളുടെ ജീവിതം എന്ന പരീക്ഷണമാണ്. നമ്മൾ പരീക്ഷിക്കുക, ജനങ്ങൾ പരീക്ഷിക്കുക, ആരാണ് നമുക്ക് ഗുണം ചെയ്യുന്നത്, ആരാണ് ദോഷം ചെയ്യുന്നത്. എന്നാൽ ആ പരീക്ഷണങ്ങൾ പലപ്പോഴും നമുക്ക് പാളിപ്പോവും. ആ പരീക്ഷണങ്ങൾ നമ്മൾ പരീക്ഷിച്ച് നേടിയെടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ വിജയിപ്പിച്ചെടുക്കുന്നവർ പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് എത്തുകയോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് പരീക്ഷണം നടത്തി അവർ വിജയിക്കുകയോ ചെയ്യുന്നില്ല. പക്ഷെ അപ്പോഴും നമ്മളാണ് പരാജയപ്പെടുന്നത്, ജനങ്ങളാണ് പരാജയപ്പെടുന്നത്. എന്നാൽ സുരേഷ് ഗോപിയുടെ ഈ വിജയം തൃശ്ശൂരുകാർക്ക് ഇതൊരു പരീക്ഷണമാണെങ്കിൽ ഈ പരീക്ഷണം എത്രത്തോളം വിജയിച്ചു എന്നറിയണമെങ്കിൽ 1-2 വർഷമൊക്കെ കഴിയണോ. അപ്പോൾ സുരേഷ് ഗോപിക്ക് അത് റിസ്ക്കാണ്. തൃശ്ശൂരിൽ അത്രത്തോളം തൻ്റെ ജനങ്ങൾ തന്നെ നെഞ്ചോടേറ്റിയപ്പോൾ അത്രത്തോളം സുരേഷ് ഗോപി അവിടെ ചെയ്താൽ മാത്രമേ തന്നെ പരീക്ഷിച്ച ജനങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയത്തുള്ളൂ. അതിനാണ് പറഞ്ഞത്, കേന്ദ്രത്തിൽ ഭരണമുണ്ടെങ്കിൽ മാത്രമേ സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ മണ്ഡലത്തിൽ ജയിച്ചതിൻ്റെ പ്രയോജനം ഉണ്ടാകത്തുള്ളൂ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ. എന്തായാലും ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് വലിയൊരു പ്രശ്നത്തിൽ നിൽക്കുകയാണ്. ആര് ഭരിക്കും, കേന്ദ്രം ആര് ഭരിക്കുമെന്ന് ഇങ്ങനെ കാത്തിരിക്കുക. നമ്മളെല്ലാവരും കാത്തിരിക്കുന്നൊരു ഭാഗമാണ്. ആര് ഭരിച്ചാലും നമ്മുടെ നാടിന് ഗുണമുണ്ടായിരിക്കണമെന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ. അപ്പോൾ തൃശ്ശൂർക്കാർക്ക് ഇതൊരു പ്രത്യേക ഒരു ചലഞ്ചാണ്. അപ്പോൾ സുരേഷ് ഗോപിനെ ഞങ്ങൾ ജയിപ്പിച്ചു. സുരേഷ് ഗോപി 5 വർഷം ഇവിടെ നിന്നിട്ട് ഞങ്ങൾക്കൊന്നും തന്നില്ലെങ്കിൽ അത് സാക്ഷരത കേരളത്തിൽ ഞങ്ങൾ ഈ ട്രോളിയ ആൾക്കാരുടെ മുൻപിൽ തലകുനിക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ അവർ ചിന്തിക്കേണ്ട സാഹചര്യം ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി സുരേഷ് ഗോപി ആത്മാർത്ഥമായിട്ട് അവിടെ പ്രവർത്തിക്കണം. അവിടെ പ്രവർത്തിച്ച് തന്നെ വിജയിപ്പിച്ചെടുത്ത ജനങ്ങളുടെ മുൻപിൽ
താൻ കഴിവുള്ളവനാണെന്ന്, അല്ലെങ്കിൽ തന്നെ വിശ്വസിച്ചവരുടെ മുൻപിൽ താൻ വിശ്വസ്തനാണെന്ന് കാണിക്കുവാൻ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ കാര്യങ്ങളൊക്കെ ചെയ്താൽ ഈ കേരള രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തുവാൻ കഴിയാത്ത വിധത്തിൽ അദ്ദേഹം ഒരു വലിയൊരു ശക്തനായി മാറുമെന്ന് മാത്രമല്ല, അദ്ദേഹം വലിയൊരു പദവിയിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. അതോടുകൂടി പലരുടെയും ചങ്കിൽ തീ കോരിയിടുന്ന, അല്ലെങ്കിൽ തലയിൽ തീ കോരിയിടുന്ന ഒരു അവസ്ഥയിലേക്കും വരും. അപ്പം ആ സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ടാൽ താൻ പ്രതിദാനം ചെയ്യുന്ന ആ പ്രസ്ഥാനം കേരളത്തിൽ നല്ല രീതിയിൽ പടർന്നു പന്തലിക്കുകയും അത് വലിയൊരു വിജയമായി മാറുകയും ചെയ്യുമെന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ. നിയമസഭാ മണ്ഡലത്തിലും നമുക്ക് ഒരനുഭവമുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്ത് അദ്ദേഹം ജയിച്ചപ്പോൾ, പേര് പറയുന്നില്ല, നിങ്ങൾക്കറിയാം, ഒരു MLA ജയിച്ചപ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. എന്തായാലും ആ പ്രതീക്ഷകൾക്ക് അത്ര ഒരു ഊർജ്ജമില്ലായിരുന്നു എന്ന് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ. അത്ര ജനങ്ങൾ ഉദ്ദേശത്രം അദ്ദേഹത്തിന് ചെയ്തെടുക്കുവാൻ കഴിയത്തില്ല. തൻ്റെ പ്രായം കൊണ്ടാണോ, അല്ലെങ്കിൽ തനിക്ക് ഈ പ്രസ്ഥാനത്തിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു കല്ലുകടി കൊണ്ടാണോ, അല്ലെങ്കിൽ താൻ ഇപ്പോൾ നിൽക്കുന്ന ആളുകളുടെ കൂടെ നിന്ന് തനിക്ക് ഒന്നും ലഭിക്കാത്തത് കൊണ്ടാണോ എന്നും അറിയത്തില്ല. എന്തായാലും അവിടെ തനിക്ക് വലിയൊരു അവരുദ്ദേശിച്ച രീതിയിൽ, ജനങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ തനിക്കൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസം സുരേഷ് ഗോപിയുടെ ദിവസമാണ്. സുരേഷ് ഗോപി കേരളത്തിൽ നിന്നല്ല, കേരളത്തിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ സുരേഷ് ഗോപി നമ്മുടെ തൃശ്ശൂർ ജയിച്ച് ഏകദേശം എൻ്റെ തോന്നൽ ശരിയാണെങ്കിൽ ഒരു കേന്ദ്രമന്ത്രിയാകാൻ സാധ്യതയുണ്ട്. നല്ല ഒരു പദവി. കാരണം കേന്ദ്രത്തിൽ താൻ പ്രദാനം ചെയ്യുന്ന പ്രസ്ഥാനമാണ് ഭരിക്കുന്നതെങ്കിൽ ആ തലപ്പത്തിരിക്കുന്ന ആൾക്ക് ഏറെ പ്രിയപ്പെട്ടവനാണ് സുരേഷ് ഗോപി. അപ്പോൾ തന്നെ സുരേഷ് ഗോപിക്ക് നല്ലൊരു പദവി കൊടുക്കും. ആ സുരേഷ് ഗോപി ചോദിക്കുന്നത് എന്നും കൊടുക്കുവാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിയായിരിക്കും മേൽത്തട്ടിൽ വരുന്നത്. അതുകൊണ്ട് തൃശ്ശൂരുകാർക്ക് ഒരു വലിയൊരു ഗുണമായിരിക്കും. അത് കേരളത്തിനും അതൊരു ഗുണമായി മാറും. താൻ തൃശ്ശൂരിൻ്റെ മാത്രമല്ലല്ലോ അപ്പോൾ പ്രദാനം ചെയ്യുന്നത്. കേരളം മൊത്തം തന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയാണ്. ഞാൻ പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ തൃശ്ശൂരുകാർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രതീക്ഷയ്ക്ക് ഭംഗം വരല്ലെന്ന് മാത്രമേ എനിക്ക് ഓർപ്പിക്കാനുള്ളൂ. എന്തായാലും എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് സുരേഷ് ഗോപിയെ നമ്മൾ കണ്ടുപിടിക്കണം. പരാജയങ്ങളും കളിയാക്കലുകളും തോൽവികളും ഒരുപാട് മനുഷ്യൻ ഒരുപാട് സമൂഹത്തിൻ്റെ മുൻപിൽ, മീഡിയാസിൻ്റെ മുൻപിൽ, താൻ പ്രദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിൻ്റെ മുൻപിൽ ഒരുപാട് ചവിട്ടിത്താഴ്ത്തപ്പെട്ടു, അല്ലെങ്കിൽ ഒരുപാട് അവഗണിക്കപ്പെട്ടു, പരിഹസിക്കപ്പെട്ടു. ആ സമയത്തൊന്നും ആരെയും കുറ്റം പറയാതെ, ആരെയും അത് പരിഹസിക്കാതെ, അവരോട് പ്രതികരിക്കാതെ തൻ്റെ ലക്ഷ്യത്തിലേക്ക് നടന്നെടുത്തപ്പോൾ താൻ അടുത്തു ചെന്നത് വലിയൊരു സിംഹാസനത്തിലേക്കായിരുന്നു എന്ന് കേരള ജനതയും ഇന്ത്യൻ ജനതയും മനസ്സിലാക്കി എന്നുള്ളതാണ് പ്രധാനം. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലും അതായിരിക്കണം. നമ്മൾ ആരൊക്കെ നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ, നല്ല ലക്ഷ്യമാണെങ്കിൽ അത് എത്തിപ്പിടിക്കുവാൻ കഴിയത്തില്ല, നിന്നെക്കൊണ്ട് സാധിക്കത്തില്ലടാ, നീ എന്തിനാണ് അതിൻ്റെ പുറകെ നടക്കുന്നത് എന്നൊക്കെ ചോദിച്ച് കളിയാക്കും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യല്ലേ. അതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മൾ ആ വെച്ചിരിക്കുന്ന ലക്ഷ്യത്തേക്ക് സുരേഷ് ഗോപി നടന്നെടുത്തതുപോലെ നമ്മൾ പതിയെ നടന്നെടുക്കുക. അതിനുവേണ്ടി ഇത്തിരി ത്യാഗം സഹിക്കേണ്ടി വരും. ആ ത്യാഗം സഹിച്ച് നമ്മൾ അവരുടെ ലക്ഷ്യസ്ഥാനത്തെത്തിയാൽ നമ്മൾ എത്തുന്ന സ്ഥാനം ഈ നമ്മളെ കളിയാക്കിയവരും നിന്ദിച്ചവരും, അല്ലെങ്കിൽ നമ്മളെ പരിഹസിച്ചവരും, പ്രാന്താന്ന് പോലും വിളിച്ച് ആക്ഷേപിച്ചവരുടെ മുൻപിൽ അതൊരു വലിയൊരു കിരീടമായിരിക്കും, വലിയൊരു സിംഹാസനമായിരിക്കുമെന്ന് മാത്രമാണ് എൻ്റെ വീഡിയോയിലൂടെ ഞാൻ ഓർപ്പിക്കുന്നുള്ളൂ. എന്തായാലും സുരേഷ് ഗോപിക്ക് സൂപ്പർ സ്റ്റാറായി മാറട്ടെ. തൃശ്ശൂർ മണ്ഡലത്തിൽ, തൃശ്ശൂരിൽ തന്നെ വിശ്വസിച്ച ജനങ്ങളുടെ മുൻപിൽ താനൊരു സൂപ്പർ സ്റ്റാർ ആകട്ടെ. അതിലൂടെ കേരളത്തിന് താനൊരു വലിയൊരു മുതൽക്കൂട്ടാകട്ടെ എന്ന് മാത്രം ഞാൻ ഓർപ്പിക്കുന്നു. ഇതിൻ്റെ ഈ വീഡിയോയ്ക്ക് പിന്നിൽ ഒരുപാട് മെസ്സേജുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ചെറിയ ചാനലാട്ടോ, അപ്പോൾ വലിയ മെസ്സേജോ വലിയ തെറിവിളി ചീത്തോളിയൊന്നും വരാൻ സാധ്യതയില്ല. എന്തായാലും എന്നെങ്കിലും ഈ ചാനൽ അല്പം കയറിപ്പോയി കഴിഞ്ഞാൽ 100,000 പേര് കണ്ടാൽ ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പം എന്നെ പൂര തെറിവിളിക്കുകയായിരിക്കും. സാരമില്ല. എന്തായാലും നമുക്ക് പറയാനുള്ളത് ഇപ്പോഴേ പറയാൻ പറ്റുന്നൊരു ചെറിയ ചാനലായതുകൊണ്ട് ഒരുപാട് പേര് കേൾക്കത്തില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സുരേഷ് ഗോപി ഒരു മാതൃകയായി മാറട്ടെ നമ്മുടെ ജീവിതത്തിൽ.